തലസ്ഥാനത്ത് ഭക്തി നിർഭരമായി ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട്. ശംഖുമുഖം കടലിലെ ആറാട്ട് കടവിൽ ഇന്നലെ രാത്രി ആചാരപരമായി നടന്ന ആറാട്ട് ചടങ്ങിന് സാക്ഷിയായത് 1000-ഓളം ഭക്തർ. ആറാട്ട് ഘോഷയാത്ര കടന്നുപോയതിനാൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം വൈകിട്ട് 5 മണിക്കൂർ നേരം അടച്ചിട്ടു. ാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആറാട്ട് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ക്ഷേത്രസ്ഥാനീയനായ തിരുവിതാംകൂർ രാജപ്രതിനിധി ആറാട്ട് ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചു. ഗജവീരന്മാരുടെ അകമ്പടിയോടെ വാദ്യമേളങ്ങളോടെയാണ് ആറാട്ട് ഘോഷയാത്ര നടന്നത്. ശ്രീ പത്മനാഭസ്വാമിയെ സ്വർണ്ണ ഗരുഡ വാഹനത്തിലും തെക്കേടം നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി ശ്രീകൃഷ്ണമൂർത്തിയെയും വെള്ളി ഗരുഡ വാഹനത്തിലുമാണ് ഘോഷയാത്രയ്ക്കായി എഴുന്നള്ളിച്ചത്. ആറാട്ട് ഘോഷയാത്ര കാണുവാനും അനുഗമിക്കുവാനും ആയിരക്കണക്കിന് ഭക്തരാണ് നഗരവീഥികളിൽ കാത്തുനിന്നത്. ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം 5 മണിക്കൂറോളം സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ശംഖുമുഖം കടപ്പുറത്ത് ആചാരപരമായി ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് ചടങ്ങുകൾ നടന്നു. ആറാട്ട് ചടങ്ങുകൾക്ക് ശേഷം ശംഖുമുഖത്തെ കൽമണ്ഡപത്തിൽ പ്രത്യേക പൂജകളും നടന്നു. ചടങ്ങുകൾ പൂർത്തിയാക്കി ഘോഷയാത്ര ക്ഷേത്രത്തിലേക്ക് എത്തുന്നതോടെ 10 ദിവസം നീണ്ടുനിന്ന പൈങ്കുനി ഉത്സവത്തിന് സമാപനമായി. ജനം, തിരുവനന്തപുരം. രാഗി, ആ വിഷ്വലിൽ നിന്ന് തന്നെ നമുക്ക് വളരെയധികം സന്തോഷം. ഒപ്പം തന്നെ അനന്തപുരിയുടെ ഒരു പ്രൗഢി വിളിച്ചോതുന്ന അല്ലെങ്കിൽ ചടങ്ങാണ്. അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്ന ഒരു നിമിഷം ആണ് എന്നുള്ളതാണ്. അനന്തപുരി എന്ന പേര് പറയുമ്പോൾ തന്നെ പത്മനാഭന്റെ മണ്ണിലേക്ക്. പ്രധാനപ്പെട്ട കാര്യം വിമാനത്താവളം അടച്ചിടുന്നു. വർഷത്തിൽ 2 തവണയാണ് ഇത്തരത്തിൽ വിമാനത്താവളം അടച്ചിടുന്നത്. വിമാനത്താവളത്തിനുള്ളിലൂടെയാണ് ആറാട്ട് ഘോഷയാത്ര സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഇങ്ങനെ ഒരു ചടങ്ങ്?